ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. മലമ ഇന്ന് അമ്മ ബാംഗ്ലൂരിലെ എവിടെയോ ഒരു റോഡ് സൈഡിൽ തട്ടുകട തുടങ്ങിയ പോലെ ഉണ്ട് എനിക്ക് മൊത്തത്തിൽ കാണുമ്പോൾ. നോക്ക്, വലിയൊരു സംഭവമാണ് കണ്ടോ. അയ്യോ ഒന്നല്ല, ഇതെന്തറിയോ, ഏട്ടമീന് അതിന്റെ കുറച്ച് കഷ്ണം തലയൊക്കെ എടുത്തിട്ട് ഒരു കറി വെക്കുക. ഇതിന് ഏട്ടാന്നാ വിളിക്കുക. പിന്നെ കുറച്ച് കഷ്ണം വറക്കാൻ വേണ്ടി മുളകൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ കുറച്ച് മുരിങ്ങയില തോരൻ വെക്കണം. ഇക്കമീനില്ലേ? ഇക്കമീനല്ല, ഏട്ട. അച്ചായ മീനൊന്നും ഇല്ല. അല്ല, മീനിൽ ഏട്ടനുള്ളൂ. മീനിൽ മാത്രം ഏട്ട. അത് എല്ലാരും കഴുകി വൃത്തിയാക്കും. പിന്നെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ പുളി, പിന്നെ ഉണക്കമുളകും മഞ്ഞളും കൂടി അരച്ചതാണ്. പൊടിയല്ല, അരച്ചതാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, വറുത്തിട്ട് അരച്ചതൊന്നുമല്ല. പച്ചക്കന്നെ ഉണക്കമുളകും ഇത്തിരി നേരം കുതിർത്തിയിട്ട് വെള്ളത്തിൽ കുതിർത്തി അരച്ചു മഞ്ഞൾ കൂട്ടി. പിന്നെയോ? പിന്നൊന്നുമില്ല, ഇത്ര വേണ്ടു. പുളി, പിന്നെ കുറച്ച് നാളികേര പരുവാണ് അത് അടുത്ത് വെച്ചത്, അത് പറഞ്ഞു. പിന്നെ ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നും കാണിച്ചില്ല. കറിവേപ്പില അതൊക്കെ കാണിച്ചല്ലോ. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉലുവ, കടുക്. ശരിക്കും ഇപ്പൊ പാനിപ്പൂരി ഉണ്ടാക്കുന്ന തട്ടുകട പോലെ തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ അതിന്റെ പകരം എത്ര ഫിഷ് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ എന്തോ ഒരു സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കണത്. അപ്പൊ തട്ടുകട അമ്പുവിന്റെ പാചകം തുടങ്ങാൻ പോവുകയാണ്. നല്ലതാണോ? തട്ടുകടൊക്കെ ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലമല്ലേ തട്ടുകട അമ്പു. തട്ടുകട അമ്പുവിന്റെ തട്ടിക്കുട്ട് സാമ്പാറുകളും മീൻകറികളും കൂട്ടാൻ കാണുക അംബുജ മോഹൻ യൂട്യൂബ്. അല്ല, സാമ്പാർ മീൻകറി പരസ്യം കൊടുക്കുമ്പോ അങ്ങനെയല്ലേ കൊടുക്കുക? ഒരു മീൻകറിയുടെ കൊടുക്കാൻ പറ്റില്ല. അതെ അതെ, അച്ഛൻ പറയാറുണ്ട് ചെറുപ്പം മുതൽ ഒരുപാട് തലയുന്നുണ്ട് അമ്മാന്ന്. അച്ഛനെ ഏട്ടാന്നാണല്ലോ വിളിക്കുക. അല്ല, അച്ഛനെ ഏട്ടാന്നാണല്ലോ വിളിക്കുക. അപ്പൊ ഏട്ടത്തല സ്വാഭാവികമായിട്ട് മറ്റേ കഴിക്കും. മോനേട്ടാന്നല്ലേ വിളിക്കുക. അപ്പൊ ഏട്ടത്തല എന്ന് പറഞ്ഞാൽ അച്ഛന്റെ തല പണ്ട് തിന്ന പോലെ ഏട്ടയുടെ തല ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നു എൻ്റെ അമ്മ. അങ്ങനെയല്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മ അത് പറയാറുണ്ട്. ഇഷ്ടപ്പെട്ട വല്ല സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ പോകണമെന്ന് വന്നിട്ട് ഭയങ്കര വാശിയായിരിക്കും. അത് കണ്ട് അതേ ദിവസം കാണണം, റിലീസ് ദിവസം കാണണം. അല്ല, ചെറുപ്പത്തിലെ റിലീസ് ദിവസം ആരെങ്കിലൊക്കെ പോവാമ. ഞങ്ങള് ചെറുപ്പക്കാര് പോകും. നിങ്ങളൊക്കെ റിലീസ് ദിവസം പോകണം പറഞ്ഞ അമ്മ വിസിലൊക്കെ അടിക്കുന്നായിരുന്നു നമ്മ തിയേറ്ററിൽ പോയിട്ട്. പറഞ്ഞാ കുഴപ്പമില്ല. അടിക്കാൻ അറിയില്ല വിസില്? അറിഞ്ഞങ്ങ് അടിക്കുന്നായിരുന്നോ? അല്ല, ചോദിച്ചതമ്മ. അങ്ങനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇരിക്കട്ടെ. ഇതെന്താ കരുത്തി വേണ്ടിട്ട് പുക വരും പോലെ വരുന്നത്? അത് ഞാൻ പൊതുവെ എന്തറിയോ, എല്ലാത്തിനും ഉള്ളി സവോളയൊക്കെ കുറച്ചാണല്ലോ. അത് എൻ്റെ അമ്മ ഇങ്ങനെ വെക്കുക. അപ്പൊ എനിക്ക് അതേ ശീലത്തില് ഒരുപാട് സവോള, ഒരുപാട് ഉള്ളി ഇതൊന്നും ഞാനില്ല. അതങ്ങനെ കണ്ടുപിടിച്ചിട്ട് അപ്പൊ അമ്മ ഈ ചെറുപ്പത്തിൽ കളിക്കാനൊന്നും പോണ്ടാന്നില്ല. അമ്മ ഉണ്ടാക്കുന്ന കട്ടുകൊണ്ട് നിൽക്കായിരുന്നു അല്ലേ? അല്ല, എനിക്ക് ഇഷ്ടമാണ്. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും അമ്മ എന്തൊക്കെ ഇടുന്നൊക്കെ എപ്പോഴും നോക്കിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കില്ലേ. അങ്ങനെ ഇടയ്ക്ക് എന്നിട്ട് നോക്കി പഠിച്ചതിന്റെ ഗുണമാണ് ഇപ്പൊ ഈ കാണുന്നൊക്കെ അല്ലേ? ആഹാ, അത് ശരി. അപ്പൊ ഇനി നമുക്ക് ഈ അരച്ച മുളക് കൂടി ഇട്ടിട്ട് കൊടുക്കണം. ഈ മുളക് അരച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ്. പൊടി ഇടുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. അതെ, അരച്ച മുളക് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, മസാലയുടെ ഒരു രുചിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. പൊടി ഇടുമ്പോൾ എല്ലാത്തിനും പൊടി നല്ലല്ല. നമ്മള് മിക്കവാറും പൊടി ഇടുമ്പോ എന്താ പറഞ്ഞ ആ പൊടിയിലൊരു മണം ഉണ്ടാവും അല്ലേ? ഒരു കുത്തു പോലെ വരും. പക്ഷെ എനിക്ക് അരച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ. ഞാൻ അതാണ് പകുതി മുളക് പൊടിച്ച് വെക്കും, പകുതി അങ്ങനെ തന്നെ വെക്കും. അമ്മ ബുദ്ധിശാലിയാണ്. ഞാൻ ഇല്ലാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അത്രയൊന്നും പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഒന്നും പച്ചമുളകൊന്ന് മാറുന്നത് നമുക്ക് ഇതൊക്കെ കൊടുക്കണം. തീർച്ചയായിട്ടും ഇറക്കി കൊടുക്കണം. അല്ലെങ്കിലോ? അല്ല, എനിക്കൊരു സംശയമാ, എന്തുകൊണ്ട് നിങ്ങൾ ഈ കിച്ചണിലൊക്കെ ഉള്ള ആൾക്കാർ മാസ്ക് ഇട്ട് നിന്നോടാ?
എന്തിനറിയോ ഈ പുക മൂക്കിൻ്റെ ഉള്ളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയല്ലേ. അല്ല എനിക്ക് പറ്റില്ല, ഞാൻ പണ്ട് തൊട്ട് ഇവിടെ ഒന്നായിരുന്നില്ലല്ലോ. കറിവേപ്പില. അല്ല ഒരു മാസ്ക് ഇട്ട്, അല്ല മാസ്ക് ഇട്ട് എങ്ങനെ സംസാരിക്കുക? ആ ഹനുമാൻ സംസാരിക്കുമ്പോൾ സംസാരിക്കേണ്ടി വരും, ആർക്കും മനസ്സിലാവില്ല. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. അല്ല അമ്മയ്ക്ക് മാസ്ക് ഇടല്ലോ, അമ്മ അത്ര സംസാരം കുറവല്ലേ, സംസാരിക്കുമ്പോൾ മാസ്ക് ഇങ്ങനെ ഊരിയാ പോലെ. ആര് പറഞ്ഞു സംസാരം കുറവാണ്? അല്ല ഇങ്ങനെ ചുമക്കേണ്ട ആവശ്യം പറ്റില്ലല്ലോ. അമ്മ എപ്പോഴെങ്കിലും ഒരു കഥ പറയുന്നല്ലാണ്ട്. അല്ലല്ല അമ്മ ഒരു കഥ പറയും എന്തായാലും, അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒരു കഥ പറയും. ഇപ്പൊ കഥ പറയുമ്പോൾ എനിക്ക് എന്റെ പറച്ചിൽ മറന്നിട്ട് ഞാനിപ്പോ അമ്മയുടെ കഥ കേൾക്കാൻ തുടങ്ങി. അതറിയാം. കാരണം എന്താ പറഞ്ഞാൽ അതിലിത്തിരി മസാല ഉണ്ടാവും, അത് വേസ്റ്റായി പോകരുതെന്ന് പറഞ്ഞിട്ടാണ് അമ്മ അരപ്പിന്റെ വെള്ളം ഒഴിക്കുന്നത്. ഒന്നും വേസ്റ്റായി കളയില്ല അമ്മ. അരപ്പിന്റെ വെള്ളമൊക്കെ സാധാരണ കഴുകുമ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങനെ കളയും. ഈ അമ്മ അരപ്പിന്റെ വെള്ളത്തിൽ വല്ല ഉപ്പും മുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ പെട്ടോട്ടെ വന്നിട്ട് അതിനൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാണ്ടൊന്നും ചെയ്യരുത്, ആവശ്യത്തിന് മാത്രം ചെലവ് ചെയ്യരുത് പറയുന്ന പോലെ വേസ്റ്റ് ആക്കാണ്ട് അമ്മ അതിൻ്റെ ഉള്ളിൽ ഒഴിക്കുകയാണ് തോന്നുന്നുണ്ട് അല്ലേ. കല്ലുപ്പ് കണ്ടറിയും, കല്ലുപ്പ്. ആ നല്ല രസമായിട്ട് ഇങ്ങനെ ചേരണ്ടപ്പോൾ കേൾക്കാൻ. റോഡ് പണിക്ക് താറ മിക്സ് ചെയ്യുമ്പോൾ ഒരു തോന്നല്. അങ്ങനെ വേണ്ടാത്ത അടി കിട്ടും നിനക്ക്. അല്ല സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരുപാട് സൗണ്ട് കേൾക്കണ്ട. പുളി വേണം ആവശ്യത്തിന്, നമുക്ക് പുളി വേണം. പച്ചവെള്ളം തിരി നന്നായി തിളക്കണം, നന്നായിട്ട് എല്ലാ അറിവുള്ള ആള് തിളക്കണം. ഇത്ര വേണ്ടു. ഒരുപാട് അറിവുള്ള മസാല മല്ലിപ്പൊടിയൊന്നും വേണ്ട. കാണുമ്പോൾ ഒരു തക്കാളി സാമ്പാർ പോലെ കാണും. ഇപ്പൊ മൊത്തത്തിൽ മുകളിൽ നിന്ന് നോക്കുമ്പോ തക്കാളി സാമ്പാർ പോലെ തോന്നുന്നുണ്ട്. അതങ്ങനെ തന്നെടാ, ഓരോ കാര്യങ്ങള് എന്താ പറയുക, ഓരോ കാര്യങ്ങൾ തോന്നുന്ന പോലെ അല്ല, കാണുന്ന പോലെ അല്ല തോന്നാന്നല്ല പറയാൻ വന്നത്. അങ്ങനെയൊക്കെ തത്വങ്ങളൊന്നും പറയണ്ട കേട്ടോ, കേട്ട് കേട്ട് മതിയല്ലോ. അതിനാണ് മാസ്ക് ഇടണം പറയണത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നിട്ട് കൊറോണ സമയത്ത് മാസ്ക് ഇടാണ്ടാകുമ്പോൾ നടക്കണ്ടായിരുന്നത്. എവിടെങ്കിലൊക്കെ പോകുമ്പോ ഇടും, വണ്ടിയിൽ കയറിയാൽ വേഗം വെച്ചിട്ടുണ്ട്. ദുഷ്ടി പിന്നെന്താ? അല്ല ഇന്നെന്തെങ്കിലും ഒരു കഥ പറയാനുള്ള പ്ലാൻ ഉണ്ടോ? കഥയൊക്കെ ഉണ്ട്. നീ കളിയാക്കുമല്ലോ? ഇല്ല കളിയാക്കല്ലോ, അത് ഇല്ല സപ്പോർട്ട് ചെയ്യാണ്, കളിയാക്കല്ല. സമ്മതിക്കില്ല. ഞാൻ ഇന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണല്ലോ. അപ്പൊ നമ്മളൊരാളെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആരുടെങ്കിലും കാര്യം അറിയാണ്ടൊക്കെ ഒരു കുറ്റം പറയലൊക്കെ ഇല്ലേ? ഞാനൊന്നും പറയാറില്ല. എല്ലാവരും പറയും. എന്തെങ്കിലും ഒന്നും പറയാത്ത ആൾക്കാരും ഞാനും നീയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. ശരി ആയിക്കോട്ടെ. ആരെങ്കിലും ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചു. അമ്മയുടെ തന്നെ കാര്യം വിചാരിക്കാം, അമ്മ ഒരാളിനെ പറ്റി കുറ്റം പറഞ്ഞു വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ മതി. ചിലപ്പോ നമുക്ക് അവരുടെ മുഴുവൻ കാര്യങ്ങളൊന്നും അറിയില്ല. അമ്മയ്ക്ക് അവിടെ ഇവിടെ അമ്മയ്ക്ക് നിനക്കും ഒക്കെ ആയിക്കോട്ടെ പറയുന്ന ആൾക്കാർ ലോക സഹജമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവർക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല. അവര് എന്തെങ്കിലും അവരോ അവിടെ ഇവിടെയും തൊടാണ്ട് ഓരോ കാര്യം പറയണത് കേട്ടിട്ട് അവര് പറയൂ. എന്ത് നീ വന്നിട്ട് എന്റെ അടുത്ത് പറയാണ് അവരങ്ങനെ. അപ്പൊ ഞാൻ എപ്പോ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. എനിക്ക് അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് തന്നെ എന്റെ നാക്ക് വരിച്ചിട്ട് പോയാ പിന്നെയാണ് അവന്റെ വലിയ കഥയൊക്കെ വന്ന് പറയാ. അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല, ഞാൻ നമ്മുടെ മകനാണ്. അങ്ങനെയല്ല എക്സാമ്പിൾ വേണ്ടാന്ന്. എന്തിനാ പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് അമ്മേനെ അടുത്ത് പറയാൻ നിൽക്കണം? അപ്പൊ അവര് പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യം നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അത് അയാള് സത്യം പറയുന്ന ആളാണെങ്കിൽ വിശ്വസിക്കാം. അതോ എനിക്കറിയില്ല. അതുകൊണ്ട് അവര് നല്ലതും ചീത്തയും ഒന്നും പറയാണ്ടിരിക്കണം. പക്ഷെ ഞാൻ എന്ത് ചെയ്യൂ, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയൂ. ഇങ്ങനത്തെ സ്വഭാവമൊക്കെ എപ്പോ പഠിച്ചു അമ്മ? അതിന്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ. അമ്മയുടെ തന്നെ കഥയോ? എന്റെ അല്ല, ഉദാഹരണം ഉപമ. എന്താ അറിയോ, ഒരു എന്നെ കളിയൊക്കെ എനിക്ക് ശരിയായിട്ടില്ല. ഒരു
പറയേ എന്തോ പറയുന്നെങ്കില് നാട്ടിലൊരു രാജാവുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഞങ്ങള് വെറുതെ കേട്ടോ വല്ലൊരു സിനിമ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് അതല്ല, ആക്കിയത്. രാജാവല്ല, ഒരു ജമീന്ദാർ. അപ്പൊ രാജാവ് മാറ്റി ജമീന്ദാറായി. രാജാവല്ല, ഒരു ജമീൻ. അത് മറന്നതാണ്. നാടുവാഴിയായിരിക്കും. നാടുവാഴിയ ജമീന്ദാർ എന്ന് പറഞ്ഞ ഒരുപാട് ഭൂസ്വത്തുകളൊക്കെ ഉള്ള ഒരാള് നാട്ടിലെ ഒരു പ്രമാണി. ജമ്മി ആ ഇന്ത്യയിലെ ജമീന്ദാർ. നല്ല മനസ്സിന്റെ ഉടമയാണ് ജമീന്ദാർ. ജമ്മിയുള്ളവർ മുഴുവൻ നല്ല മനസ്സിന്റെ ഉടമയായിരിക്കും. കാരണം എന്താ അറിയാമ്മ, സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടുകാരുടെ ഒരു സ്വഭാവം ഉണ്ട്. എന്താ സ്വഭാവം എന്നറിയാമക്ക്? പൈസ ഉള്ളവൻ അമ്മ പറഞ്ഞില്ലേ, ഭൂസ്വത്ത്, ബാങ്ക് ബാലൻസ്, ഇതൊക്കെ ഉള്ളവർക്ക് ജനം ഒരു പേര് വെക്കും, നല്ല മനസ്സിന്റെ ഉടമയാണെന്ന്. ഇല്ലെങ്കിലും പറയും. അങ്ങനെയല്ല, ഒരു ഭൂസ്വത്തിന്റെ ഉടമയൊക്കെ സ്വാഭാവികമായിട്ട് നല്ല മനസ്സിന്റെ ഉടമയായിരിക്കും. കാരണം അവരാരുടെ അടുത്ത് തെണ്ടാൻ പോവില്ലല്ലോ, അവന്റെ അടുത്താണല്ലോ ബാക്കിയുള്ള ആൾക്കാർ തെണ്ടാൻ പോവുക. അത് കാരണം കൊണ്ട് 1 ലക്ഷം രൂപ കയ്യിലുള്ളപ്പോൾ 1 രൂപ ദാനം ചെയ്താലും നല്ല മനസ്സിന്റെ ഉടമയായിരിക്കും. 10 രൂപ ഉള്ളവൻ 5 രൂപ ദാനം ചെയ്താൽ അവൻ അത്ര നല്ല മനസ്സിന്റെ ഉടമ എന്നായിരിക്കും. എന്നാ അമ്മ പറയണെന്ന് കേൾക്കാം. രാജാവെന്നെ പറഞ്ഞു. അതാണ് അല്ലല്ല അമ്മ, ഉണ്ട്. അത് ഞാൻ അംഗീകരിച്ചു. അത് ഞാൻ അംഗീകരിച്ചു. ആ മൂക്ക് പറഞ്ഞു വരും കേട്ടോ, മെല്ലെ തുടക്കിട്ടോ. കേക്കണ്ട, മൂക്ക് മെല്ലെ തുടക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ തുടക്കഴിഞ്ഞാൽ ഈ രാജാവ് മതിയായിരുന്നു, ജമീന്ദാർ വേണ്ടായിരുന്നു. ജമീന്ദാരാ ജമീന്ദാറിന്റെയാണ് ശരിക്കുള്ളത്. എന്റെ വായന എപ്പോഴും ഈ രാജാവ് വന്നതാണ്, മനസ്സിലായോ? അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ വേറൊരു കാര്യമുണ്ട്. ഞാൻ കുറച്ച് മുരിങ്ങത്തോരൻ വെക്കുന്നുണ്ട്. ഇത് പത്തിക്ക് മാറ്റി വെക്കട്ടെ, ഇത് വേവട്ടെ. ഇതിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ, ഒരു പണിയില്ലേ. ഇത് ഇന്ന് വേവട്ടെ. അപ്പോഴേക്കും അപ്പൊ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ അത് അതിലേക്ക് വെച്ചു. അപ്പൊ ജമീന്ദാർ അവിടെ ഇരുന്നോട്ടെ കുറച്ചു നേരം. മുരിങ്ങയ്ക്ക് ഇതെന്താ അറിയോ? വെളുത്തുള്ളി, ചെറിയുള്ളി, കാന്താരി മുളക്. കാന്താരി അത് കാന്താരി മുളക് ചതച്ചിട്ട്, വെളുത്തുള്ളി എന്താണ്? വെളുത്തുള്ളി, ചെറുള്ളി, കാന്താരി മുളക്, കാന്താരി മുളക്. ഉപ്പിട്ടുണ്ടായി ഉണ്ടാ, കുറച്ച് ഉപ്പിട്ടാ മതി. എന്നെ ഉന്തി വീഴ്ത്തരുത്, മാറി വന്നിട്ട്. ജമീന്ദാർ അവിടെ ഇരിക്കണ്ടാ. ജമീന്ദാർ മിക്കവാറും ഒരു മഹർഷിനെ കാണാതിരിക്കും വഴിയിൽ വെച്ചിട്ട്. ഇത് തടച്ചാലാ ജമീന്ദാർ സംസാരിക്കുന്നു. ജമീന്ദാർ പറഞ്ഞ നമ്മുടെ ശരത് കുമാറിന്റെ പണ്ടത്തെ സിനിമയില്ലേ നാട്ടാമ, അതുപോലത്തെ ഒരാള്. പുളി, പിന്നെ പുളിയല്ല, കാന്താരി മുളക്. അപ്പൊ അത് ഉപ്പു അത് ഇട്ട് അതൊന്നും തിളക്കുമ്പോൾ നമുക്ക് മുരിങ്ങയിലിടാം. അതിൽ എണ്ണയിൽ വെട്ടുണ്ടാവും. ജമീന്ദാരെ ജമീന്ദാറിനെ എണിപ്പിക്കൂ. അയാൾ ഉറങ്ങിണ്ടാവും, എണിപ്പിക്കൂ. അപ്പൊ ജമീന്ദാര് നല്ല മനുഷ്യൻ. അപ്പൊ അയാൾക്ക് തോന്നി അവിടെ ജമീന്ദാറിനെ ഒരു 10 വയസ്സ് നല്ല മനുഷ്യനാ പറഞ്ഞു മതി. അവിടെ ഈ കവികൾ ഉണ്ടാവില്ലേ, കവികള്. എവിടെ ജമീന്ദാറിന്റെ കവിതയൊക്കെ എഴുതുക അങ്ങനെയുള്ള ആൾക്കാരില്ലേ, ഒരു കവി അങ്ങനെയുള്ള ഒരാളുണ്ടാ നാട്ടില്. അപ്പൊ ആൾക്ക് ഒരു നല്ലൊരു ഈ ജമീന്ദാറിന് ആളെ ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ കവിത ഭയങ്കര ഇഷ്ടമായിരിക്കും ജമീന്ദാറിന്. അപ്പൊ ഇഷ്ടമാണ്. അപ്പൊ അങ്ങോട്ട് ഒരു വിരുന്ന് കൊടുക്കണം എന്ന് വിചാരിക്കും, നല്ലൊരു വിരുന്ന് കൊടുക്കാന്ന് വിചാരിക്കും. അപ്പൊ ഈ ജമീന്ദാറിന്റെ ഒരു തോട്ടമുണ്ട്, നല്ല ഭംഗി, നല്ല പഴവർഗ്ഗങ്ങളും. അല്ല, ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, ജമീന്ദാറിന്റെ വീട്ടിൽ കൊണ്ടുപോയ എന്താ ഭാര്യ തല്ലോ? ഈ തോട്ടത്തെ കൊണ്ടുപോയി ചോറെണ്ണം കൊടുക്കണത്? ശരി, കഥയില് ചോദ്യമില്ലാത്ത കഥ ആയിക്കോട്ടെ, ശരി ആയിക്കോട്ടെ. അപ്പൊ ആള് വിളിക്കും, അങ്ങോട്ട് അവിടെ എല്ലാ സദ്യയൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വിളിച്ചു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മുടെ എവിടെയെങ്കിലും പോയിട്ട് പിക്നിക് ഒക്കെ പോവില്ലടാ, അപ്പൊ വീട്ടിന്റെ ഉള്ളിലേക്കാളും നമുക്ക് ഇഷ്ടപ്പെടില്ലേ? അത് പിക്നിക്ക് പോകുമ്പോ ഒരു ബന്ധുക്കളുടെ വരവ് വന്നിട്ട് വിളിച്ചിട്ട് ആൾക്ക് വിചാരിച്ചിട്ടുണ്ടാവും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, ഒരു ബന്ധുക്കളെ പഴവർഗ്ഗങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, കൃഷി അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് വിരുന്ന്. ഇത് ബുദ്ധിപൂർവ്വം ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വിരുന്ന് വരുന്നു പറഞ്ഞാൽ ഞങ്ങളുടെ പറമ്പിലേക്കാ കൊണ്ടുപോവാ? എന്നിട്ട് പഴവർഗ്ഗങ്ങൾ കാണിച്ചിട്ട് പഴം തിന്ന് അവരങ്ങോട്ട് പോയാലോ നമ്മുടെ വിരുന്ന് കഴിക്കാണ്ട്? ആലോചിക്കാമ്മ.
പോടാ നീ വെറുതെ ഇരുന്ന് ആ എന്നാ പിന്നെ നമുക്ക് അടുത്ത ഇൻട്രോണിന് ശേഷം എന്തായി അപ്പൊ ആള് വിളിച്ചു വിളിച്ചു എന്നിട്ട് ആള് വരും ചെയ്തു കേട്ടോ. വരും ചെയ്തു. അപ്പൊ ഭക്ഷണം കഴിക്കാനൊക്കെ റെഡിയായി. ആ സമയത്ത് ഒരു കഴുകൻ, അയ്യോ അയ്യോ അയ്യോ, ഒരു കഴുകൻ എന്താ അറിയോ, ഒരു പാമ്പിനെ കഴുക അങ്ങനെ പാമ്പിനെ പിടിക്കുമല്ലോ. പിടിക്കാണ്ട് പിന്നെ അപ്പൊ ഇതൊന്നും ഇട്ടോണ്ടത്. കഴുകനെ ഫോറസ്റ്റുകാരും പിടിക്കില്ല. അപ്പൊ കഴുകനില്ലേ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ആര്? കഴുകൻ. ആ അല്ലാണ്ട് ഞാൻ വന്നോ അവിടെ പിടിച്ചിട്ട് പോവാൻ? പിടിച്ചോണ്ട് പോവാണ്. അത് കഴുകന്റെ സ്വാഭാവികല്ലേ, കഴുകന്റെ ആഹാരാണല്ലോ ഇങ്ങനെയൊക്കെ. അതെ അതെ, അതിന്റെ ഇതല്ലേ, അതിന് ദൈവം അതല്ലേ. ആ അതുണ്ട്, വേറെ ഉണ്ട്, പക്ഷെ അതും കഴിക്കും. എന്തെങ്കിലും ആവട്ടെ, ആ ഒരു പാമ്പിനെ പിടിച്ചോണ്ട് ഇങ്ങനെ പോകും. ആ സമയത്താണ് ഇവരിവിടെ ചോറൊക്കെ വിളമ്പി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പോണ സമയത്ത് ഈ പാമ്പിനെ പിടിച്ചോണ്ട് കഴുകാൻ പോവല്ലേ. അപ്പൊ ആ സമയത്ത് എന്താന്ന് പറഞ്ഞാ, ഈ പാമ്പിന്റെ വായിന്ന് വിഷം, ഈ വിളമ്പി വെച്ച ആഹാരല്ലേ, ഈ കവിക്ക് വേണ്ടിയിട്ട് വിളമ്പി വെച്ച ആഹാരല്ലേ, അതിലൊരു തുള്ളി വിഷം വീണു. ഈ പാമ്പിനെ കൊണ്ട് ഈ കഴുകൻ പോവല്ലേ ആകാശത്ത് കൂടെ പറന്നു. മനസ്സിലായോ? മനസ്സിലായി. ആ സമയത്ത് അറിയാണ്ട് കഴുകന്റെ പാമ്പിന്റെ വായിൽ നിന്ന് ഒരു തുള്ളി വിഷം ഒറ്റി. ചാവാൻ കടിക്കുമ്പോൾ ആ പാമ്പ് വിഷം ഒറ്റിച്ചിട്ടാണ്. അത് അതിന്റെ തെറ്റല്ലല്ലോ, അതിനെ കഴുകൻ പിടിച്ചിരിക്കുകയാണ്. അത് പ്രാണവെപ്രാളത്തിലോ അങ്ങനെയൊക്കെ ആകുമ്പോ അതിന്റെ വായിൽ ഒരു തുള്ളി വിഷം ഈ കഴുകൻ ഈ പാമ്പിൽ നിന്ന് ഈ ആഹാരത്തിലേക്ക് വീണു. അത് പക്ഷെ ഈ മഹാരാജാവും കണ്ടില്ല, ഈ കണ്ടില്ല, രാജാവിനൊരു തെറ്റുമില്ല. കാരണം രാജാവ് കാണുന്നില്ല. അതെന്തായി അറിയാണ്ട് ഈ കവിക്ക് ആ ഭക്ഷണം വിളമ്പി കവി അത് കഴിച്ചു. കവി മരിച്ചു. എങ്ങനെയാണ് ദൈവമേ, ഞാൻ ആഹാരം ഇങ്ങനെ ഞാനിങ്ങനെ വിരുന്നിന് വിളിച്ചിട്ട് ആൾക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ രാജാവിന് ഭയങ്കര വിഷമായിട്ട് അയ്യോ എന്റെ തെറ്റല്ല, എങ്ങനെ വിഷം വീണെന്ന് അറിയില്ല, എങ്ങനെ വീണ് വിഷം എന്നൊന്നും ആ രാജാവിന് പാവം അറിയില്ല, അയാളുടെ തെറ്റല്ലല്ലോ. അതേപോലെ ഈ കഴുകൻ അതിന്റെ ഇതാണ്, അതിനൊരു പ്രാണി പാമ്പിനെ പിടിക്കുക എന്നുള്ളത്. അപ്പൊ അതും ഇയാളെ കൊന്നിട്ടില്ല. പാമ്പ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പാമ്പിന്റെ വായിലുള്ള വിഷം തെറ്റ് ചെയ്തിട്ടില്ല. ഈ കഴുകനും ഇയാളെ കൊന്നിട്ടില്ല. രാജാവും അറിഞ്ഞിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന് ആരാ തെറ്റ് ചെയ്തത്? അപ്പൊ ചിത്രഗുപ്തനില്ലേ, ചിത്രഗുപ്തൻ ആരാന്നറിയില്ലേ? ചിത്രഗുപ്തൻ മറ്റേ ആൾക്കാരുടെ വിധിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കില്ലേ, നമ്മുടെ കണക്കൊക്കെ പാവപുണ്യത്തിന്റെ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ചിത്രഗുപ്തൻ, ജനന മരണം ഒക്കെ എഴുതി നമ്മുടെ എല്ലാം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തി, എല്ലാത്തിന്റെയും കണക്കെടുക്കുന്ന ആളാണ് ചിത്രഗുപ്തൻ. മേൽജാതിക്കാരൻ ഗുപ്തൻ. കണ്ടോ അവിടെ? അല്ല, അവിടെ ഒരു ജാതി ഉണ്ട് കണ്ടോ, ഗുപ്തൻ. ചിത്രഗുപ്തൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടിയത് ഈ പാവത്തിന്റെ കണക്ക്. അതായത് ഈ കവി മരിച്ചല്ലോ, രാജാവ് വിളിച്ചു, ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, രാജാവിന്റെ തെറ്റില്ല, രാജാവ് വിരുന്നൊരുക്കി, പക്ഷെ അയാൾ അതിലൊന്നും വേണ്ടാത്ത ചേർത്തിട്ടില്ല. അതുപോലെ ഈ കഴുകൻ ഈ പാമ്പിനെ പിടിക്കുക എന്നുള്ളത് കഴുകന്റെ സ്വാഭാവിക ഗുണമാണ്. അപ്പൊ അയാൾ അത് അങ്ങനെ ചെയ്യും, അത് പ്രകൃതിയിൽ അങ്ങനെയാണ് ഉള്ളത്. അതേപോലെ ഈ പാമ്പിന്റെ വായിന്ന് അറിയാണ്ട് ഒറ്റി വീണ വിഷം, അതും സ്വാഭാവികമായിട്ട് പാമ്പിന്റെ ശരീരത്തിൽ വിഷമുണ്ട്. അപ്പൊ ഇതൊന്നും ഇവര് ചെയ്തിട്ടില്ല, പക്ഷെ ഒരാള് മരണപ്പെട്ടു. അപ്പൊ ഈ പാവത്തിന്റെ കണക്ക് 3 പേരിന് കുറ്റമല്ല. ഞാൻ ആരുടെ പേരിലാണ് ഈ പാവത്തിന്റെ കണക്ക് ചേർക്കുകയെന്ന്. അഥവാ പാവത്തിന്റെ കണക്കങ്ങൾ ചേർക്കാണ്ടിരുന്ന പോലെ ഇത് കേക്ക്. പാവത്തിന്റെ കണക്ക് ആരുടെ പേരെ ഞാൻ ചേർക്കും. അപ്പൊ ന്യായമല്ലാത്തത് ചെയ്യാൻ പറ്റുമോ? ചിത്രഗുപ്തനാണ് ആള്. 3 പേരും തെറ്റ് ചെയ്തില്ലല്ലോ, ദൈവം ചോദിക്കില്ലേ? അപ്പൊ ചിത്രഗുപ്തൻ ആകെ കൺഫ്യൂഷനായി. അയ്യോ ഞാനിപ്പോ ഇത് ആരുടെ പേരിലാണ് ഞാൻ ഈ കണക്ക് കൂട്ടുക? അപ്പൊ ഈ നാളികേരം മഞ്ഞളും കൂടി ഇങ്ങനെ വെറുതെ കൈ കൊണ്ടൊന്നും എല്ലാത്തിന്റെ കണക്ക് മൂപ്പർക്ക് കൂട്ടും വേണം അല്ലേ, കഷ്ടം. അപ്പൊ അയ്യോ ഞാനിങ്ങനെ എന്താ ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ ഇതൊരു ഉപ്പ് നോക്കട്ടെ വിചാരിച്ചിട്ട് ഉപ്പ് നോക്കിയാള് ഞാൻ നോക്കട്ടെ, അമ്മ നോക്കാം. ഉപ്പൊക്കെ പെട്ടെന്ന് അത് മാറ്റി പറഞ്ഞപ്പോഴേ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചിത്രഗുപ്തന്. അതന്നെ ആലോചിച്ചിരുന്നത്. ചിത്രഗുപ്തൻ ഒരു മറുപടി കിട്ടിയില്ല. ഞാനിപ്പോ എന്താ ചെയ്യാം? യമന്റെ അടുത്തേക്ക് ഈ ചോദ്യം ചോദിച്ചിട്ട് പോയി. യമനാണെങ്കിൽ മണ്ടനായിരിക്കും മിക്കവാറും. അല്ല, നല്ല ആൾക്കാരൊക്കെ വേഗം കൊണ്ടുപോകല്ലേ, അത് കാരണം. അപ്പൊ യമന്റെ അടുത്തേക്ക് പോയിട്ട് പറയും, എന്താ ചിത്രഗുപ്ത എന്താണ് വന്നതെന്ന് ചോദിച്ചു. അപ്പൊ യമധർമ്മനായ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു. മൂക്ക് പറഞ്ഞു പോണ്ട, ശ്രദ്ധിച്ചു തുടക്കി. ഈ ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട്
എന്നിട്ട് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇത് എനിക്ക് മാത്രമുള്ളതാണ്, നിങ്ങളാരും കൂട്ടില്ലല്ലോ. അപ്പോൾ യമൻ അവിടെ കുറച്ച് നേരം നിൽക്കട്ടെ. നാളികേരം ഇട്ടു ഒന്ന് അടച്ചു വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ചിട്ട് ഇതിങ്ങനെ തട്ടിപ്പൊത്തി. ഇതെനിക്ക് മാത്രമുള്ളതാണ് കേട്ടോ. മനസ്സിലായി, ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലായി അമ്മയ്ക്ക് മാത്രമായിരിക്കുന്നു. ചീനമുളക് കണ്ടപ്പോൾ, അതെ കാന്താരി മുളക്, സോറി ഇന്നലെ ചിത്രഗുപ്തൻ ഇപ്പോൾ എമ്മൻ്റെ അടുത്ത് എത്തി ചോദിക്കാൻ വേണ്ടിയിട്ട്. ചീനമുളക് കണ്ടപ്പോൾ എനിക്കിത് വെക്കണം. അപ്പോൾ അങ്ങനെ അപ്പോൾ ചിത്രഗുപ്തൻ ഈ കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി, യമധർമ്മരായന് മനസ്സിലായി. യമധർമ്മരായൻ എന്ത് പറഞ്ഞു? നീ ക്ഷമിക്ക്, ഇതിന് കുറച്ച് ദിവസം നീ ക്ഷമിക്ക്, അതിനുള്ള മറുപടി കിട്ടും. മനസ്സിലായോ? മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. കുറച്ച് ദിവസം കഴിയട്ടെ, ഇതിന് ഉള്ള മറുപടി കിട്ടും, നീ ഒത്തിരി ക്ഷമിക്കെന്ന് പറയും. അപ്പോൾ ആയിട്ടില്ല, ഒന്നും കൂടി ആവണം. അപ്പൊ അങ്ങനെ യമധർമ്മരായൻ അങ്ങനെ പറഞ്ഞപ്പോ ശരി കുറച്ച് ദിവസം ക്ഷമിക്കാന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ കുറെ നേരമായി ക്ഷമിക്കണോ പറയുന്നില്ല. എന്തായി അറിയോ? ആ നാട്ടിലേക്ക് വേറൊരു ആള് വന്നു, പിന്നെ വേറൊരു കവി വന്നു. അപ്പൊ ആ കവി വന്നു. ഇതെന്താ ഈ കവികൾ മാത്രം? അവിടെ ഒരു പെണ്ണുങ്ങള് ഒരു വ്യാപാരി എന്തോ വിറ്റുകൊണ്ടിരിക്കുകയാണ്, എന്തോ കടയൊക്കെ വെച്ചിട്ട് എന്തോ വിൽക്കണ ഒരു വ്യാപാരി. ഒരു വ്യാപാരി പെണ്ണിനെ കണ്ടു. അപ്പൊ ആ സ്ത്രീയോട് ചോദിച്ചു, രാജാവിനെ കാണണം, എനിക്ക് രാജാവിന്റെ അരമനയിലേക്കുള്ള വഴി ഏതാണ്? കൊട്ടാരത്തേക്കുള്ള അരമന കൊട്ടാരൊക്കെ ഒന്ന് തന്നെയല്ലേ? നീ എന്താ എനിക്ക് മലയാളം ശരിക്കറിയാം, നീ പിന്നെ അരമന എന്ന് പറഞ്ഞാൽ അറിയില്ലടാ. അപ്പൊ കൊട്ടാരത്തിലേക്കുള്ള വഴി ഏതാന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കും, ഇതാ ഈ വഴിക്ക് ഇങ്ങനെ പോയാൽ മതി പറയും. അപ്പൊ അയാൾ ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോ, അതെ നിങ്ങളിവിടെ നിൽക്കൂ, നിങ്ങൾ ആരാണ് എന്താണ്? ഞാനൊരു കവിയാണ്, എനിക്ക് രാജാവിനെ കണ്ടിട്ട് ചില കവിതകളൊക്കെ പറഞ്ഞു കേൾപ്പിക്കാം. അതൊന്നും പറഞ്ഞില്ല, കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചായിരിക്കും. അപ്പൊ വേഗം ഈ സ്ത്രീ എന്താ പറഞ്ഞറിയോ? അയ്യോ എന്തിനാ ആ മഹാഭാവിയായ രാജാവിന്റെ അടുത്ത് പോണ്? നിങ്ങൾ കവികളല്ലേ, കവികളെ അയാൾക്ക് തീരെ ഇഷ്ടമല്ല, അയാളെ വിരുന്ന് തന്നിട്ട് നിങ്ങളെ കൊല്ലും, വിഷം തന്നിട്ട്. ഇവിടെ അങ്ങനെ ഒരാളെ കൊന്നു, ഇത് നിങ്ങളും അവിടെ പോയി മരിക്കാൻ വേണ്ടി പോവുകയാണോ എന്ന് ചോദിച്ചു. അത് കേട്ടത് കവികള്, അത് ശരി, ഇന്നത്തെ കാലത്തേക്കാണോ ഞാൻ വന്നിരിക്കുന്നത്, ഞാനിവിടെ നിൽക്കുന്നില്ല, പോട്ടെ ഓടി. അപ്പൊ ഓടിയോ? ശരിക്കും ഓടിയോ? ആളോടാണ്ട് പിന്നെ ഞാൻ വെറുതെ ഓടിണ്ടാവെന്ന് പറഞ്ഞു. അപ്പൊ ഓടി അല്ല ആള് വേഗം ഓടുക പറഞ്ഞ് പിന്തിരിഞ്ഞു പോയി. അപ്പൊ ഈ നാല് പലതിൽ എന്നിട്ടോ അവിടുന്ന് ആള് വേഗം പോയി. ആൾക്കെന്തായി? പേടിയായില്ലേ, ഇങ്ങനെയാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആളവിടുന്ന് പോയി. അപ്പോഴാണ് ചിത്രഗുപ്തന് മനസ്സിലായത് ഈ ആരാണ് പാവം ചെയ്തത്. പറഞ്ഞ ആ സമയം കുറച്ച് ദിവസം കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താ അറിയോ? ഈ വിരുന്നിന് വിളിച്ച രാജാവും അല്ല, ഈ നമ്മുടെ കരുടനല്ല, കഴുകനും അല്ല, പാമ്പിനെ പിടിച്ചോണ്ട് പോയ കഴുകനും അല്ല, വിഷം അറിയാണ്ട് പറ്റി വീണ ആ പാമ്പും അല്ല. പാവം ചെയ്തത് ആരാണ്? ഈ സ്ത്രീയാണ്. അപ്പോ ഈ എല്ലാ പാവങ്ങളും ഈ സ്ത്രീയുടെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചിത്രഗുപ്തൻ. എന്തിനാന്ന് പറഞ്ഞാ രാജാവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അയാള് വിരുന്നിന് വിളിച്ചു, സൽക്കാരം ചെയ്തിട്ട് വിടാന്ന് പറഞ്ഞ നല്ല മനസ്സുകൊണ്ട് വിളിച്ചതാണ്. കഴുകൻ അതിൻ്റെതായ ഒരു ഇതാണ്, ഭക്ഷണമാണ്, അതുകൊണ്ട് പോവുകയാണ്. പക്ഷെ ഈ മരിക്കാൻ കിടക്കണ പാമ്പ് പേടിച്ചിട്ട് അത് അയ്യോ എന്റെ ജീവൻ പോവുകയാണല്ലോ എന്നുള്ള പേടിയിലാണ് അത് പോണം. അപ്പൊ അറിയാണ്ട് അതിന്റെ വായന്ന് വീണു വിഷം. അതിന്റെ തെറ്റുമല്ല. പക്ഷെ ഈ ഒന്നും അറിയാത്ത ഈ സ്ത്രീ രാജാവിനെ കുറ്റം പറഞ്ഞില്ലേ? രാജാവ് അങ്ങനെയാണ്, രാജാവ് കവികളെ കണ്ട ഇഷ്ടല്ല, കവികളൊക്കെ വിഷമിച്ച് കൊല്ലും, മഹാഭാവിയാണ് അയാള്, നല്ലവനല്ല എന്ന് പറഞ്ഞപ്പോ ആരാണ് ഈ പാപമൊക്കെ തലയിലേറ്റിയത്? ഇവരാരും ചെയ്യാത്ത പാവം ഈ സ്ത്രീ തലയിലേറ്റി, സ്വയം പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട്. അതാണ് പറയുന്നത്, നമ്മൾ അറിയാണ്ട് ഒരാളെ പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ച ആ പാവം നമുക്ക് തന്നെ വരിക, അവർക്കല്ല. ഇനിയിപ്പോൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും ചിലപ്പോൾ ചില ചെറിയ കുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി നമ്മളത് പറഞ്ഞിങ്ങനെ ഒരാളെ പറഞ്ഞ് അവരെ മഹാഭാവിയാക്കണം, ആ നമുക്കാണ് ആ പാവം മുഴുവൻ വന്ന് ചേരുക. അതാണ് ഈ കഥയുടെ സാധാരണ. അപ്പോൾ രാജാവും ചെയ്തില്ല, ഗരുഡനും ചെയ്തില്ല, പാമ്പും ചെയ്തില്ല, ആ കവി ഒന്നും ചെയ്തിട്ടില്ല,
പക്ഷെ ഏതോ ഒരു ശവി ചേച്ചി അവിടെ തൊട്ടടുത്ത് നിന്നിട്ട് അറിയാത്ത കാര്യം രാജാവ് ഒരു കൊലപാതകയാണെന്നോ കവികളെ വിളിച്ച് വിഷം വെച്ച് കൊല്ലുന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ചെയ്യാത്ത പാവം മുഴുവൻ അതിന് തലയിൽ വന്നു. അപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇനിയൊരു കാര്യം അറിയുകയാണെങ്കിലും ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ അയാളുടെ പറ്റി നമ്മുടെ ഇമാജിനേഷനിൽ സാങ്കല്പികമായിട്ട് ഒരുപാട് തെറ്റുകൾ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അപ്പോൾ അവർ ചെയ്യാത്ത തെറ്റുകൾ നമ്മൾ ഒരാളിനെ പറ്റി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ തെറ്റിൻ്റെ പാവം കൂടി നമ്മുടെ തലയിലേക്ക് വരും, അല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റും കൂടി നിൻ്റെ തലയിലേക്ക് വരും. അപ്പോൾ കാണാത്തത്, അറിയാത്തത്, നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്തത് നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പോകരുത് അല്ലേ. പിന്നെ ഒന്നും കൂടി എനിക്ക് മനസ്സിലായി, ഒരു മോറൽ സ്റ്റോറിയും കൂടി. ഒരിക്കലും പറമ്പിൽ എവിടെയും പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഗരുഡൻ പാലാകുന്ന കഴുകനോ അത് പറഞ്ഞുകൊണ്ടുണ്ടോ അതിൻ്റെ വായിൽ പാമ്പാണോ എന്ന് നോക്കിയിട്ടൊക്കെ വേണം അവിടെ കഴിക്കാൻ. ഒന്നാമത് വിരുന്നുകാർ വന്ന അല്ല, ഈ മരത്തിന്റെ ചോട്ടിലും മറ്റേ ആകാശത്തിന്റെ കീഴിലൊക്കെ ഇരിക്കുമ്പോൾ ഇത്തിരി നോക്കണം. എന്നാൽ അവിടെ ഇപ്പൊ ഒരു കാക്ക പറന്നു പോയാൽ നമ്മുടെ മുകളിലേക്ക് ഒന്ന് നോക്കില്ലേ? ഈ തിന്നിണ ഭക്ഷണത്തിന് മാത്രം നോക്കിക്കൊണ്ടിരുന്നാണ് കവിയും മറ്റാരാ രാജാവല്ല. അല്ല, ആ ജമ്മിയുടെ തെറ്റെന്തറിയോ? ഒരു തുറന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ആദ്യം ചുറ്റുവട്ടൊക്കെ ഒന്ന് നോക്കണം, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആകാശത്തേക്ക് ഒന്ന് നോക്കണം. ഈ കഥയിൽ അങ്ങനെയില്ല, എന്താ പറയുക, കഥയിൽ ഒരു സാരാംശം ഉണ്ട്. എന്താ പറയാ, അതന്നെ പറയാ, അതുണ്ട്. എന്താ പറയാ, മറ്റുള്ളവരെ അതുണ്ടല്ലോ സാരാംശം ഉണ്ട്. ഒരാളുടെ കുറ്റം ചുമ്മാ ഇരുന്നിട്ട് വീട്ടിലിരുന്ന് പറഞ്ഞാൽ അയാൾ കുറ്റം ചിലപ്പോൾ ചെയ്തുകൊണ്ട് ഉണ്ടാവേരിക്കുക. അതിനേക്കാളും കൂടുതൽ അയാളുടെ കുറ്റം പറഞ്ഞു നിങ്ങൾക്ക് ആ കുറ്റം മുഴുവൻ കിട്ടും, അയാൾ രക്ഷപ്പെട്ടു പോകും. കാരണം അയാളുടെ പാവത്തിന്റെ ഭാരം കുറയും. നിങ്ങളുടെ ഫുൾ ടൈം ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ട്, അതിന് 100 വട്ടം. ഇപ്പോൾ ഒരു രാമജപം നമ്മൾ 100 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ പുണ്യം കിട്ടും പറയും പോലെ, നമ്മളൊരു കീർത്തനം പറയുകയാണെങ്കിൽ പുണ്യം കിട്ടും പറയും പോലെ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുക നമുക്ക് പുണ്യം കിട്ടും പറയും പോലെ, ഒരാളിൻ്റെ പരദൂഷണം പറയുമ്പോഴും ഒരാളുടെ തെറ്റിനെ 10 പ്രാവശ്യം എണ്ണി പറയുമ്പോഴും ആ പാവവും കിട്ടുന്നുള്ളത് സത്യമാണ്. അതല്ലേ അതിന്റെ സാരാംശം ഉദ്ദേശിച്ചത്? ഇല്ല, കളിയാക്കിയതല്ല. നമ്മൾ തുറന്ന സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥലം ഒന്ന് നോക്കണം, ഇടയ്ക്ക് ആകാശം നോക്കണം. നല്ലതാണ് കേട്ടോ. ഒരു കാക്ക പോയാലും ബുദ്ധിമുട്ടുണ്ടാവും, അതറിയാം നമുക്ക്. ഈ കഴുകനെ പോകണമെന്നൊന്നുമില്ല, അത് പാമ്പ് കൊണ്ട് പോകണമെന്നൊന്നുമില്ല, എന്തുകൊണ്ട് പോയാലും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർ ഭക്ഷണം കണ്ടു എന്നുള്ള ആക്രാന്തത്തിൽ ചുറ്റുവട്ടവും ആകാശം ഒന്ന് നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് വീണാലും ദോഷം ചെയ്യും. വിഷം വീണാൽ മാത്രമല്ല, അല്ലേ? ഫുഡ് പോയ്സൺ വരില്ലേ? പിന്നെ അമ്മേനെ പോലെ ഏതോ ഒരു ജമീന്ദാരാണ് തോന്നുന്നുണ്ട്, വീട്ടിലേക്ക് വന്ന് വിരുന്നുകാരനെ പറമ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ പ്രകൃതി അല്ല, ഞാനൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാറിയോ? ഇപ്പൊ ഞാൻ ആ സ്ഥലത്തുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുത്തതിന് ശേഷം ഉദ്യാനവനം പോലെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പക്ഷെ ഉദ്യാനവനത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കില്ല. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി എനിക്ക് കഥയിൽ സംശയമുണ്ട്. ഈ ജമീന്ദാർ എന്ന് പറഞ്ഞില്ലേ, മൂപ്പർക്ക് ഭാര്യയൊന്നും ഇല്ലേ കുഴപ്പം കൊടുക്കാൻ? ഈ ജമീന്ദാർ കബീനെ മാത്രമായിട്ട് കൊണ്ടുപോയത്, അതും തുറന്ന സ്ഥലത്ത്. എനിക്ക് തോന്നുന്നത് ഈ ജമീന്ദാറിന്റെ ഭാര്യ വീട്ടിൽ ആരും വേറെ സമ്മതിക്കില്ല തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ത്രീയാണ് തോന്നുന്നുണ്ട്. മിക്കവാറും അതായിരിക്കും പറമ്പിലേക്ക് കൊണ്ടുപോയിണ്ടാവും. അല്ലമ്മ, കഥയിലെ ചോദ്യമില്ല, കഥയുടെ മോറൽ ലെസൺ അല്ല മോറൽ ലെസൺ മാത്രം പഠിച്ചാൽ മതി, ചോദ്യങ്ങൾ പാടില്ല. അല്ല, ചെറുപ്പത്തില് ടീച്ചർ വന്നിട്ട് പറഞ്ഞു ഈ കുട്ടി ഒന്നും ചോദിക്കാറില്ല ടീച്ചർമാരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അമ്മ എന്നെ തല്ലിയിട്ടുണ്ട്. ഏത് കൊണ്ടറിയോ? നീ മുരിങ്ങ ഉണ്ടാക്കിയില്ലേ, ആ മുരിങ്ങയുടെ ഇതിൽ എനിക്ക് നല്ല ഓർമ്മ വരുന്ന എന്തറിയോ? നല്ല മനസ്സുള്ളവർ എന്ത് ചെയ്താ വേഗം വരുന്നു? നല്ല മനസ്സിലൊരു മുരിങ്ങയുടെ അല്ല ഇങ്ങനെ എടുത്താൽ പെട്ടെന്ന് കയ്യിലേക്ക് വരുന്നു, പൊട്ട മനസ്സിലുള്ള എടുത്ത വരില്ല എന്നൊരു കഥയുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ ഊരി നോക്കും അല്ലേ? അതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെ തല്ലാൻ വരുമ്പോൾ ദുഷ്ട മനസ്സോട് കൂടിയാണല്ലോ ചെറിയ കുട്ടികളെ തല്ലാൻ വരിക. നല്ല മനസ്സും കൊണ്ടൊന്നും വരില്ലല്ലോ. തല്ലി കൊല്ലിടാതെ തന്നെ വന്നിട്ട് തൊട്ടടുത്തെല്ലാം മുരിങ്ങമരത്തിൻ്റെ മുകളിൽ നിന്ന് അതിങ്ങോട്ട് പറിക്കുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ പുഷ്പം പോലെ കൊഴിഞ്ഞു വരുമല്ലോ. അപ്പോൾ ഒരാളിനെ തല്ലിക്കൊല്ലാൻ പോകുമ്പോൾ കൊഴിഞ്ഞു വരുന്ന നല്ല മനസ്സുള്ളത് കൊണ്ടാ? ചുമ്മാ അല്ലേ? അതുപോലെ തന്നെ അപ്പൊ ഇന്ന് നമ്മുടെ രാജാവല്ലാത്ത ജമീന്ദാറിന്റെ കഥയാണ്. ജമീന്ദാറിന്റെ കഥയുടെ ഒപ്പം ഈ മീൻകറി കൂട്ടി ഇതുപോലെ ഒരു കഥയും പറഞ്ഞു തരും നിങ്ങൾ വരുമ്പോ. മീൻകറി കറക്റ്റ് ഭക്ഷണം കഴിക്കാൻ. അപ്പൊ മീൻകറി ഉണ്ട്, മുരിങ്ങത്തോരനുണ്ട്. മുരിങ്ങത്തോരൻ
ഇതാ 2-3 ആൾക്കാർക്കൊക്കെ കൂട്ടാം അല്ലേ? അത്രയ്ക്ക് ഇവിടെ ആരും കൂട്ടാത്തൊക്കെ ഞാൻ കുറച്ച്. പിന്നെ മീനും മറിച്ച് തരാം. മീൻ വറുക്കാനുള്ള മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ കാണിക്കാൻ സമയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വരുമോ? വരികയാണെങ്കിൽ ഞാൻ വറുക്കെ തരാം. ബായ്.